ഹായ് എവരിവൺ, കേരള PSC HSA മാത്തമാറ്റിക്സിൽ റിയൽ അനാലിസിസിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. നമ്മൾ ഈ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം സെറ്റ്സിനുള്ള ബോൾസാനോ-വെയർസ്ട്രാസ് തിയറമാണ് ഇപ്പോൾ പറയുന്നത്. സീക്വൻസിനുള്ളത് നമ്മൾ പഠിക്കും. ഓക്കെ, എവരി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിൻറ്റ്. ഏതൊരു ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റിനും ഒരു ലിമിറ്റ് പോയിൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എവരി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ബൗണ്ടഡ്നെസ് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷൻ അല്ല. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്നുള്ളത്. ബൗണ്ടഡ്നെസ് ഈസ് നോട്ട് എ നെസസറി ഇൻ ഓർഡർ ഫോർ ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് ടു ഹാവ് എ ലിമിറ്റ് പോയിൻറ്റ്. അതായത് ഒരു സെറ്റിന്, ഒരു ഇൻഫൈനൈറ്റ് സെറ്റിന് ലിമിറ്റ് പോയിൻ്റ് വേണം എന്നുണ്ടെങ്കിൽ അതിന് ബൗണ്ടഡ്നെസ് എന്ന് പറയുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. അതായത് ബൗണ്ടഡ്നെസ് വേണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു അൺബൗണ്ടഡ് ഇൻഫൈനൈറ്റ് സെറ്റിനും ഒരു ലിമിറ്റ് പോയിൻ്റ് ഉണ്ടാവാം. അതാണ് കാര്യം. നോക്കാം, നമ്മളുടെ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം പറയുന്നത് എവരി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. ഏതൊരു ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റിനും ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ ബൗണ്ടഡ്നെസ് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷൻ അല്ല. അതായത് ഇങ്ങനെ പറയാം, നമുക്ക് ഒരു ഇൻഫൈനൈറ്റ് അൺബൗണ്ടഡ് സെറ്റിനും ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. S ഈക്വൽ ടു 1/2 2 1/3 3 1/4 4 1/5 5 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത്. ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റാണല്ലേ, കാരണം 2 3 5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്പേഴ്സ് പോകും. 2 3 4 5 6 എന്ന് പറഞ്ഞാൽ അതൊരു അൺബൗണ്ടഡ് സെറ്റാണ്. പക്ഷെ നമുക്കറിയാം ഇതിനൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്. കാരണം 1/2 1/3 1/4 1/5 എന്ന് പറയുന്ന നമ്പേഴ്സ് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നു? 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ ദ സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. ഇതിനൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്. ആ ലിമിറ്റ് പോയിന്റ് ആണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് അൺബൗണ്ടഡ് സെറ്റാണ്, അതിനൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ബൗണ്ടഡ്നെസ് ഈസ് നോട്ട് എ നെസസറി കണ്ടീഷൻ. നെക്സ്റ്റ്, A ഇൻഫിനിറ്റി ഹാസ് എ ഇൻഫൈനൈറ്റ്ലി മെനി ലിമിറ്റ് പോയിൻറ്റ്സ്. അതുപോലെ A ഇൻഫിനിറ്റി എന്ന് പറയുന്നതും ഒരു അൺബൗണ്ടഡ് ഇൻഫൈനൈറ്റ് സെറ്റാണ്. സോ നമുക്ക് പറയാം ഇറ്റ് ഹാസ് എ ഇൻഫൈനൈറ്റ്ലി മെനി ലിമിറ്റ് പോയിൻറ്റ്സ്. ഇതിന് ഒരുപാട് ലിമിറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബോൾസാനോ-വെയർസ്ട്രാസ് തിയറത്തിലെ ബൗണ്ടഡ്നെസ് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷൻ അല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എവരി ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്. ഏതൊരു ഇൻഫൈനൈറ്റ് ബൗണ്ടഡ് സെറ്റിനും ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിളല്ല, 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എ ഈസ് ബൗണ്ടഡ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. ഒരു റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് തന്നിട്ടുണ്ട്, അത് ബൗണ്ടഡ് ആണ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ എന്താണ് ശരിയായിട്ടുള്ളതെന്ന ക്വസ്റ്റ്യൻ. എ ഈസ് ബൗണ്ടഡ് എബവ്, എ ഈസ് ബൗണ്ടഡ് ബിലോ, എ ഹാസ് എ സുപ്രീമം, ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്, അത് ബൗണ്ടഡ് ആണ് എങ്കിൽ താഴെ പറയുന്നത്. ബൗണ്ടഡ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ബൗണ്ടഡ് എബവ് ആയിരിക്കും, ബൗണ്ടഡ് ബിലോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ ശരിക്കും 2 ആൻസേഴ്സ് ഉണ്ട്. ബൗണ്ടഡ് എബവും ശരിയാണ്, ബൗണ്ടഡ് ബിലോയും ശരിയാണ്. നമുക്കറിയാം ഏതൊരു ബൗണ്ടഡ് സെറ്റിനും എന്തുണ്ടാവും? ഒരു സുപ്രീമോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏതൊരു ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറിനും നമുക്ക് എന്തുണ്ടാവും? ഒരു സുപ്രീമം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് 3ഉം ശരിയാണ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ്, ലെറ്റ് B be a subset of a finite set A, then which of the following is not true. നമുക്ക് B എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് തന്നിട്ടുണ്ട്, ഒരു എയുടെ ഒരു സബ്സെറ്റാണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? B ഈസ് ബൗണ്ടഡ്. B എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് തന്നിട്ടുണ്ട്. സുപ്രീമം ഓഫ് B ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A. ഇൻഫിമം ഓഫ് B ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് A. B ഈസ് ബൗണ്ടഡ് ബിലോ. ഇതിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട് എ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ ഒരു സബ്സെറ്റാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? ബി ബൗണ്ടഡ് ആണ്. കാരണം എ എന്ന് പറയുന്നത് എന്താ? ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് തന്നിട്ടില്ലേ. അതുകൊണ്ട് തന്നെ എ ബൗണ്ടഡ് ആണ്, അതുകൊണ്ട് തന്നെ ബിയും ബൗണ്ടഡ് ആണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സുപ്രീമം ഓഫ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ, അത് ശരിയല്ലേ. ബി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റാണ്, ബി എന്ന് പറയുന്നത് ബൗണ്ടഡും ആണ്. അതുകൊണ്ട് തന്നെ ബിയുടെ സുപ്രീമം എന്ന് പറയുന്നത് എയിലെ ഒരു എലമെൻ്റ് ആയിരിക്കും, അതും ശരിയാണല്ലേ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ബി ഈസ് ബൗണ്ടഡ് ബിലോ. ബി എന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോ ആണ്. ഫൈനൈറ്റ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബി ഈസ് ബൗണ്ടഡ് ബിലോ, അതുകൊണ്ട് തന്നെ ഇത് ബൗണ്ടഡ് ബിലോ ആണെന്ന് പറയാം. ഇൻഫിമം ഓഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. ഇൻഫിമം ഓഫ് ബി എന്ന് പറയുന്നത് ബിയുടെ എലമെൻറ്റ് ആവണമെന്നില്ല എന്നുള്ളതാണ്
ഇത് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻഫിമം ഓഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ, അങ്ങനെ വരുമോ? കാരണം എ എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റാണ്. എയുടെ സുപ്രീമത്തിനെയും ഇൻഫിമത്തിനെയും തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ ബിയുടെ സുപ്രീമത്തിനെയും ഇൻഫിമത്തിനെയും നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോൾ അത് എയിലില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. ഓക്കെ, ഫൈനൈറ്റ് സെറ്റ് മീൻസ് ഇതിനൊരു സുപ്രീമവും ഒരു ഇൻഫിമവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ, എങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഒന്നാമത്തത് ബി ഈസ് ബൗണ്ടഡ്. എ എന്ന് പറയുന്ന ഫൈനൈറ്റ് സെറ്റാണ്, അതുകൊണ്ട് എ ബൗണ്ടഡ് ആണ്, അതുകൊണ്ട് ആരും ബൗണ്ടഡ്, അതിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ബിയും ബൗണ്ടഡ് ആണ്. സോ ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ്, സുപ്രീമം ഓഫ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ. ഈ ബിയുടെ സുപ്രീമം എന്ന് പറയുന്നത് എയിലെ ഒരു എലമെൻ്റ് ആണ്. കാരണം എ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ് ബി എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ബിയിലെ, അതും ഫൈനൈറ്റ് സെറ്റും കൂടിയാണ്, അതുകൊണ്ട് ബിയുടെ സുപ്രീമം എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എയിലെ എലമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻഫിമം ഓഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റുമോ? ഇൻഫിമം ഓഫ് ബി എന്ന് പറയുന്നതും എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എയിലെ എലമെൻറ്റ് തന്നെയായിരിക്കും. സോ ഇത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻഫിമം ഓഫ് ബി ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, ബി ഈസ് ബൗണ്ടഡ് ബിലോ. എ എന്ന് പറയുന്നത് ബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്. സോ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? കാരണം അത് ഫൈനൈറ്റ് സെറ്റ് ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ബി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B are two bounded subset of a real numbers, then which of the following is always true? A, B എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ രണ്ട് ബൗണ്ടഡ് സെറ്റാണ്, സബ്സെറ്റാണ്. എങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് എ യൂണിയൻ ബി ഈസ് ബൗണ്ടഡ്. എ യൂണിയൻ ബി ബൗണ്ടഡ് ആണ്. സുപ്രീമം ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എ കോമ സുപ്രീമം ഓഫ് ബി. നെക്സ്റ്റ്, എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ബൗണ്ടഡ്, ഓൾ ഓഫ് ദ എബോവ്. എയും ബിയും ബൗണ്ടഡ് സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബിയും ബൗണ്ടഡ് ആയിരിക്കും. അതുപോലെ തന്നെ സുപ്രീമം ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് എയിലും സുപ്രീമം ഓഫ് ബിയിലും മാക്സിമം എലമെൻറ്റ് ഏതാണോ അതാണ് സുപ്രീമം ഓഫ് എ യൂണിയൻ ബിയുടെ എലമെൻറ്റ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് പറയാനുള്ളത്, അതർ ആൻഡ് പോയിന്റ്. അതർ ആൻഡ് പോയിന്റ് ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ക്ലോസ്ഡ് സെറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അതർ ആൻഡ് പോയിന്റിനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡെൻസ് സെറ്റും കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ സെറ്റും ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ,